എല്ലാവരും മീറ്റിംഗ് ഹാളിലെത്തിയതും എന്തിനാ ഇപ്പോൾ അർജൻറ്റായ ഒരു മീറ്റിംഗ്? അതിലെ ഒരു സ്റ്റാഫ് ചോദിച്ചു. അറിയില്ല, എന്തെങ്കിലും കാരണമില്ലാതെ സാർ ഇങ്ങനെ അർജൻറ്റായി മീറ്റിംഗ് വെക്കില്ലല്ലോ, വേറെ ഒരു സ്റ്റാഫ് മറുപടി പറഞ്ഞു. അപ്പോഴാണ് മീറ്റിംഗ് ഹാളിൻ്റെ വാതിൽ തുറന്ന് നാഥ് അകത്തേക്ക് വന്നത്. അവനെ കണ്ടതും എല്ലാവരും വിഷ് ചെയ്തു. നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാ ഇപ്പോൾ ഒരു മീറ്റിംഗ് എന്നല്ലേ? യെസ്, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ഞാൻ പറയാം. ഇന്നലെ ആയിരുന്നു നമ്മുടെ വില്ല പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റ് ചെയ്ത ദിവസം. ആ പ്രൊജക്റ്റ് നമുക്ക് തന്നെ കിട്ടി. അത് കേട്ടതും എല്ലാവരും കൈയടിച്ചു. അവൻ കൈ ഉയർത്തി കാണിച്ചതും എല്ലാവരും കൈയടി നിർത്തി. പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ, ഇന്നലത്തെ വില്ല പ്രൊജക്റ്റിൽ നമ്മൾ തയ്യാറാക്കിയ സെയിം പ്രൊജക്റ്റ് തന്നെ AK ഗ്രൂപ്പ് അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതും പറഞ്ഞവൻ കൈയടിച്ചു. മുന്നിലിരിക്കുന്നവർ പരസ്പരം മുഖത്തോടെ മുഖം നോക്കി. നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാകും എങ്ങനെ ഇത് നമുക്ക് കിട്ടിയത്. ഈ നാഥ് ഒരു കാര്യത്തിന് ഇറങ്ങിയ അതിൻ്റെ എല്ലാ വശവും നോക്കിയിട്ട് കളിക്കാൻ ഇറങ്ങൂ. ഈ പ്രൊജക്റ്റിലുള്ളത് എനിക്കും എൻ്റെ PS സെറീന അവൾക്ക് മാത്രമേ അറിയൂ. പക്ഷേ അവരാരും അറിയാതെ ഞാൻ വേറെ പ്രൊജക്റ്റ് തയ്യാറാക്കിയിരുന്നു. ഞാനൊന്ന് കിട്ടണമെന്ന് വിചാരിച്ച എങ്ങനെയെങ്കിലും നേടിയെടുക്കും. അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാ. നാഥ് അത് പറയുമ്പോഴും ഒരാളുടെ മുഖം മാത്രം വിളർത്തു. അവൻ്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി. ലച്ചു, ഗായു അവളെ വിളിച്ചു. എന്താ? സ്വപ്നലോകത്തെന്ന പോലെ അവൾ വിളി കേട്ടു. നീ ഇവിടെ ഒന്നുമല്ലേ? നിന്റെ മുഖം എന്താ ഒരു തെളിച്ചോ ഇല്ലാത്തേ? ഇന്നത്തെ എക്സാമിനൊന്നും എഴുതില്ലേ? ഒന്നുമില്ലടി. അത് നീ കള്ളം പറയുകയാ. നിന്റെ മുഖം കണ്ടാൽ മനസ്സിലാകും. അതടി ഗായു, രാഹുലേട്ടൻ വരുന്നുണ്ട്. ഇനി എന്തിനാ ആ സാധനം ഇങ്ങോട്ട് വരുന്നത്? അത് രാഹുലേട്ടനെ കൊണ്ട് എൻ്റെ വിവാഹം നടത്താൻ. അതിന് നിനക്ക് അവനെ ഇഷ്ടമാണോ? ആ തള്ളക്ക് ഇതെന്തിൻ്റെ കേടാ ആ തെമ്മാടിയെ കൊണ്ട് കെട്ടിക്കാൻ? എനിക്കറിയില്ല, എന്തെങ്കിലും നടക്കട്ടെ, വാ നമുക്ക് പോവാം. നീ ഇങ്ങനെ ഒന്നും പറയാഞ്ഞിട്ടാണ് അവർ നിന്റെ തലയിൽ കയറുന്നത്. അതും പറഞ്ഞവർ രണ്ടുപേരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുപോയി. ആകാശ് അവരുടെ അടുത്തൂടെ പോയതും. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? ബസ്സൊന്നും വന്നില്ലേ? ഞങ്ങൾ പോകുന്ന ബസ് പോയി. ആണോ? എന്നാൽ ഞാനാക്കി തരാം, ഇതിൽ കയറിക്കോ. അത് വേണ്ട, കയറിക്കോ. അവർ രണ്ടുപേരും പേടിയോടെ അതിൽ കയറി. കുറേ ദൂരം യാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലെത്തി. നിങ്ങളുടെ വീട്ടിലേക്ക് ഇത്രയും ദൂരം ഉണ്ടായിരുന്നു, എന്നിട്ടാണോ നിങ്ങൾ ദിവസവും പോയി വരുന്നത്? അവിടെ ഹോസ്റ്റലില്ലേ, അതിൽ താമസിച്ചൂടെ? അതിനമ്മ സമ്മതിക്കില്ല. അതും പറഞ്ഞവർ കാറിൽ നിന്നിറങ്ങി. ലച്ചു വീട്ടിലേക്ക് കയറിയതും ഉമ്മറത്ത് തന്നെ ഊർമിള ഉണ്ടായിരുന്നു. അവരുടെ മുഖം കണ്ടതും അവൾ പേടിയോടെ അകത്തേക്ക് നടന്നു. ഒന്നവിടെ നിന്നേ. നീ ഇന്നെങ്ങനെയാണ് വീട്ടിലേക്ക് വന്നത്? അത് ബസ്സിന്. അപ്പം ഇതോ? അവർ ഹൃതികയുടെ ഫോൺ അവൾക്ക് നേരെ നീട്ടി കാണിച്ചതും അവൾ തല താഴ്ത്തി. അവളും ഗായുവും ആകാശിൻ്റെ കാറിൽ കയറുന്ന ഫോട്ടോ. ഇനി പറ. അവളൊന്നും പറയാതെ മൗനമായി നിന്നു. നിനക്ക് നോവില്ലേ? പഠിക്കാൻ വിട്ടാ പഠിക്കാൻ പോവണം, അല്ലാതെ ചെക്കന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുകയല്ല വേണ്ടത്. അതും പറഞ്ഞവർ അവളെ അടിച്ചു. അവളെ റൂമിലേക്കാക്കി വാതിൽ പൂട്ടി. നീ അവിടെ കിടക്ക്, ഇനി പഠിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. അതും പറഞ്ഞു ഊർമിള അവിടെ നിന്നും പോയി. ഇതൊക്കെ കണ്ട് ഹൃതിക വിജയ ചിരിച്ചു. എന്താരും ഒന്നും മിണ്ടാത്തത്? ഞങ്ങൾക്കൊന്നും അറിയില്ല, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് അത് ചെയ്തത്. അവർ മുന്നോട്ട് വന്ന് പറഞ്ഞ അവർക്ക് നല്ലതാ. ഞാനായി കണ്ടുപിടിച്ചാൽ പിന്നെ അവർക്ക് നന്നാവില്ല. എന്തു പറയുന്നു? നിനക്കറിയില്ലേ ജോൺ എബ്രഹാം? അത് പറഞ്ഞതും എല്ലാവരും ഞെട്ടിത്തരിച്ചു. നാഥ് ഇരുന്നിടത്തുനിന്നും ചാടി എഴുന്നേറ്റു. അവൻ്റെ നേരെ പാഞ്ഞു ചെന്ന് അവൻ്റെ കഴുത്തിൽ പിടിച്ചു വലിച്ച് അവനെ ഇടിച്ചു. എണീക്കാൻ പോലും പറ്റാതെ അവനെ നാഥ് ഇടിച്ചുകൊണ്ടിരുന്നു. തടയാൻ പോലും ജോണിന് പറ്റിയില്ല, അത്രയ്ക്ക് അവശനായിരുന്നു നാഥ്. അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഹരി ഓടിച്ചെന്ന് പിടിച്ചു മാറ്റി. മാറി നിൽക്ക് ഹരി, എൻ്റെ കൂടെ ചതിച്ച ഇവൻ ഇനി ജീവിച്ചിരിക്കണ്ട. നിൻ്റെയും നിൻ്റെ തന്തയുടെയും കൂടെ നിന്ന് ഈ എന്നെ ചതിക്കാൻ നോക്കിയത് വിക്രമിനെ ഓർമ്മയുണ്ടോ? അവന് ഞാൻ സുഖനിദ്രയ്ക്ക് പരലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. നാഥിൻ്റെ വാക്കുകൾ കേട്ടതും എല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നു. ആദ്യമായിട്ടാണ് എല്ലാവരും അവൻ്റെ ഇങ്ങനെയുള്ള മുഖം കാണുന്നത്. അവൻ്റെ ഓരോ വാക്കുകളും എല്ലാവരിലും ഭയം നിറച്ചു. അവനൊന്ന് അനങ്ങാൻ പോലും പറ്റാതായിട്ടും നാഥ് അവൻ്റെ ദേഷ്യം കുറയുന്നത് വരെ അവനെ ഇടിച്ചുകൊണ്ടിരുന്നു. മതിനാഥ്, ഇനി അവൻ ചത്തുപോവും. ഹരിനാഥിനെ പിടിച്ചു മാറ്റി. ഇനി ഇവനെ എൻ്റെ മുന്നിൽ കണ്ടു പോവരുത്. എൻ്റെ മുന്നിൽ കണ്ടാൽ എൻ്റെ ദേഷ്യം തീർക്കേണ്ടി വരും. അതുകൊണ്ട് അവനോട് എത്രയും പെട്ടെന്ന് പോവാൻ പറ. ഇവനുള്ള ഡിസ്മിസ് ലെറ്റർ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ ഹരി.
അവൻ ഹരിയോട് പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. ഹരി ജോണിൻ്റെ അടുത്തേക്ക് പോയി. അവൻ പറഞ്ഞത് കേട്ടല്ലോ, ഇപ്പോൾ തന്നെ നിനക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ. ഇനിയും അവൻ്റെ മുന്നിൽ പോയി നിൽക്കേണ്ട. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. ഇനിയും നിന്നെ കണ്ട ഉള്ള ജീവൻ അവൻ എടുക്കും. അതും പറഞ്ഞ് ഹരി അവൻ്റെ കയ്യിൽ ഡിസ്മിസ് ലെറ്ററും കൊടുത്ത് ഓഫീസിൽ നിന്നും പുറത്താക്കി. അവശതയോടെ അവൻ ആ ഓഫീസിൻ്റെ ഗേറ്റ് കടന്നതും അവൻ്റെ അടുത്ത് കാറ് വന്ന് നിന്നു. അപ്പോൾ തന്നെ ആ കാറിൻ്റെ ഡോറ് തുറന്നതും ഒരുമിച്ചായിരുന്നു. ശേഖരേട്ടാ, അവൾ അവനെ വശ്യതയോടെ വിളിച്ചു. എന്താ ഊർമി, ഇന്നും നല്ല മൂഡിലാണല്ലോ. എന്തോ, ഞാൻ വരണോ? ഞാൻ വരുന്നത് ആരെങ്കിലും കാണില്ലേ? ആ മൂദേവി അവിടെ ഉണ്ടാകും. അവൾക്ക് ഞാൻ വരുന്നത് തന്നെ ഇഷ്ടമല്ല. അത് സാരമില്ല ശേഖരേട്ടാ, ഇങ്ങോട്ട് വാ, ഞാൻ കാത്തിരിക്കും. ഇന്ന് കിട്ടാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ ആരുമില്ല. അപ്പു അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. കൃതികയുമില്ല. പിന്നെ അവളെ ഞാൻ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ വരാൻ പൊന്നേ, എനിക്കും ഇന്ന് നിന്നെ വേണം. എന്ന് വാ ശേഖരേട്ടാ. അതും പറഞ്ഞവർ ഫോൺ വെച്ചു. അയാളുടെ വരവിനായി അവൾ കാത്തിരുന്നു. മഠത്തിൽ ശേഖരൻ പലിശയ്ക്ക് കടം കൊടുക്കുന്ന വ്യക്തി. കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുന്നത് മുടങ്ങിയാൽ പിന്നെ ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ മേനിയിലായിരിക്കും അയാളുടെ നോട്ടം. അയാളുടെ അടിമയായി അവിടെ നിൽക്കേണ്ടി വരും. പെണ്ണുങ്ങളെ കാണുമ്പോൾ അയാളുടെ കണ്ണിൽ കാമം നിറയും. പെണ്ണുങ്ങൾക്ക് അയാളുടെ അടുത്തേക്ക് പോകുന്നത് തന്നെ പേടിയാണ്. കാമം നിറഞ്ഞ കണ്ണുകളോടെ മാത്രമേ നോക്കൂ. അവരുടെ ശരീരത്തിൽ തൊടുകയും മാറിൽ പിടിക്കുകയും ചെയ്യും. ആരും അതിനെതിർക്കില്ല. കാരണം എതിർക്കാൻ എല്ലാവർക്കും പേടിയാണ്. ഊർമിളയുടെ കാമുകനാണ്. ആദ്യ വിവാഹത്തിൽ തന്നെ ഊർമിളയ്ക്ക് ശേഖരനുമായി ബന്ധമുണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ അവളെ ഒഴിവാക്കിയതായിരുന്നു. ലക്ഷ്മിയുടെ അച്ഛനും അറിയില്ലായിരുന്നു. അവരെ വിവാഹം കഴിച്ച് കുറച്ച് ദിവസം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചന്ദ്രശേഖരൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്നത് തൻ്റെ ഭാര്യ വേറെ ആളുമായി അവരുടെ കിടപ്പ് റൂമിൽ കിടക്കുന്നതാണ്. അതിനുശേഷം ശേഖരൻ അവിടേക്ക് വരുന്നില്ല. പിന്നെ ചന്ദ്രശേഖരൻ്റെ മരണശേഷം വീണ്ടും അവർ ആ ബന്ധം തുടങ്ങി. ലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു. അവൾ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ കാണുന്നത് ചെറിയമ്മ വേറൊരാളുമായി അവരുടെ കിടക്കയിൽ ഒന്നുമില്ലാതെ കിടക്കുന്നതാണ്. അതിനുശേഷം ശേഖരൻ എന്നും വരും. അയാൾക്ക് ലക്ഷ്മിയെയും ഒരു നോട്ടമുണ്ടായിരുന്നു. ഫോൺ റിങ് ചെയ്തപ്പോൾ ഊർമിള ഫോൺ എടുത്തു. എടി, ആ വാതിൽ തുറക്ക്, ഞാൻ പുറത്തുണ്ട്. ഇതാ ഞാൻ വരാം. അതും പറഞ്ഞ് ഊർമിള ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പോയി ഉമ്മറത്ത് വാതിൽ തുറന്നു. അവളെ കണ്ടതും അയാളുടെ കണ്ണിൽ കാമം നിറഞ്ഞു. കണ്ണെടുക്കാതെ അയാൾ അവളെ തന്നെ നോക്കി നിന്നു. കാരണം ഊർമിള അവളുടെ ശരീരത്തിൻ്റെ വടിവ് കാണിക്കുന്ന പോലെയുള്ള നെറ്റ് സാരിയാണ് ധരിച്ചിരിക്കുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വ്യക്തമായി കാണാം. അയാൾ അവളുടെ മാറിലേക്ക് തന്നെ നോക്കി നിന്ന് വശ്യതയോടെ. അയാൾ ഊർമിളയെ ആഞ്ഞു പുണർന്നു. ശേഖരേട്ടാ, അകത്തേക്ക് വാ. ബാക്കി റൂമിൽ ചെന്നിട്ട് ഇവിടെ ആരെങ്കിലും കാണില്ലേ? ഇന്ന് നല്ല മൂഡിലാണല്ലോ ഊർമി, അയാൾ പറഞ്ഞു. ഊർമിള അയാളെ അകത്തേക്ക് വിളിച്ച് സോഫയിലിരുത്തി. എന്താ കുടിക്കാൻ വേണ്ടത്? തണുത്തതോ ചൂടുള്ളതോ? അവൾ വശ്യതയോടെ അയാളോട് ചോദിച്ചു. എനിക്ക് കുടിക്കാനൊന്നും വേണ്ട, എനിക്ക് നിന്നെ മതി. ഇന്ന് നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ടെന്ന് നിന്നെ ഇപ്പോൾ തന്നെ കടിച്ചു തിന്നാൻ തോന്നുകയാ. നിന്റെ വടിവത്ത ശരീരം കാണുമ്പോൾ എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. നീ ഒന്ന് വേഗം വാ, നിന്നെ കാണുമ്പോൾ നിന്നെ ആസ്വദിക്കാൻ തോന്നുകയാ. പോ ശേഖരേട്ടാ, ഞാൻ കുടിക്കാനെടുക്കാം. അത് പറഞ്ഞ് ഊർമിള അടുക്കളയിലേക്ക് പോയി. ഓറഞ്ച് ജ്യൂസ് എടുത്തുകൊണ്ട് വന്ന് അയാൾക്ക് കൊടുക്കാൻ കുനിഞ്ഞപ്പോൾ അവളുടെ സാരി തോളിൽ നിന്നും അഴിഞ്ഞു വീണു. അയ്യോ സോറി, ഞാൻ കണ്ടില്ല. അപ്പോഴും അയാളുടെ കണ്ണുകൾ അവരുടെ ശരീരത്തിലായിരുന്നു. ഊർമിള സാരി നേരിട്ട് അയാളുടെ മുഖത്തേക്ക് വശ്യതയോടെ നോക്കി. അത് കണ്ടതും അയാൾ കയ്യിലുള്ള ഗ്ലാസ് അവിടെ വെച്ച് ഊർമിളയുടെ പിന്നാലെ അവളുടെ റൂമിലേക്ക് പോയി. ഇതൊക്കെയാണ് ലക്ഷ്മി അവളുടെ മുറിയിൽ നിന്നും ജനലിലൂടെ നോക്കിയപ്പോൾ കാണുന്നത്. അവൾക്ക് അവളോട് തന്നെ അറപ്പ് തോന്നി. അവൾ പൊട്ടിക്കരഞ്ഞ് നിലത്തിരുന്നു. ഹരി അവൻ്റെ കൂടെ പോയി. കൂൾ, നിനക്ക് എങ്ങനെ അറിയാം അവൻ എബ്രഹാമിൻ്റെ മകനാണെന്ന്? നിനക്കിപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ലേ ഹരി? ഓരോ സ്റ്റാഫിൻ്റെയും അവർ തരുന്ന ഡീറ്റെയിൽസിന് പകരം ഞാൻ വേറെ ആളെ കൊണ്ട് അവരുടെ പുറകെ വീണ്ടും അവരെ അന്വേഷിക്കും. എന്നിട്ട് മാത്രമാണ് ഈ കമ്പനിയിൽ ജോലി കൊടുക്കുന്നത്. എനിക്കറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ അവൻക്കിവിടെ ജോലി കൊടുത്തത്. അവൻ്റെ അടുത്ത് നിന്നൊരു തെറ്റും കണ്ടിരുന്നില്ല. അവനും അറിയാം എനിക്കും എല്ലാം അറിയാമെന്ന്. പിന്നെ എവിടെയാണ് അവൻ പിഴച്ചത് എന്നെനിക്കറിയില്ല. അതും പറഞ്ഞവൻ 2 കൈ കൊണ്ടും മുടി കോർത്തു പിടിച്ചു. അപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. നാദ് ഫോൺ എടുത്തു. ഹലോ, ആരാ? നാദ് എന്ന അലർച്ചയാണ് കേട്ടത്. അവൻ മനസ്സിലായിരുന്നു ആരാ വിളിച്ചതെന്ന്. പുച്ഛം നിറഞ്ഞ മുഖത്തോടെ അവൻ അയാൾ പറഞ്ഞത് കേട്ടു നിന്നു.
നിനക്കറിയില്ല അല്ലേ, എൻ്റെ മകനെ ഇങ്ങനെ അടിച്ചവശനാക്കി അവനെ റോഡിൽ വലിച്ചെറിഞ്ഞു. അതിന് നിന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. നീ അനുഭവിക്കും. നീ കാത്തിരുന്നു. ഈ എബ്രഹാമിനെ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. എൻ്റെ മകനെ തല്ലിയതിന് പകരം ചോദിക്കും ഞാൻ, നോക്കിക്കോ. അത് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. ആരാടാ വിളിച്ചത്? അതെ, ആ എബ്രഹാമാണ്. മകനെ തല്ലിയതിന് പകരം ചോദിക്കാൻ. അവൻ ഇങ്ങോട്ട് വരട്ടെ, പകരം ചോദിക്കാൻ. അവന് കൊടുക്കുന്നുണ്ട്. ഡാ നാഥ്, നീ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലത്. നിനക്ക് ചുറ്റും ശത്രുക്കളാണിവിടെ. ഇവിടെ നിന്നും കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നാലോ? ഡാ, നമുക്ക് നാട്ടിലേക്ക് പോയാലോ? ഞാനെന്തിനു മാറി നിൽക്കണം? അതിനെന്നെ കിട്ടില്ല. ഓക്കെ, നമുക്ക് നാട്ടിലേക്ക് പോവാം. അത് അയാളെ പേടിച്ചിട്ടല്ല, മുത്തശ്ശിയോട് പറഞ്ഞതല്ലേ ഞാൻ ചെല്ലാമെന്ന്. ഓക്കേടാ, നമുക്ക് ഇന്ന് തന്നെ പോവാം. ഹരി അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. ഊർമിള അറിഞ്ഞിരുന്നില്ല ശേഖരനും അവളുടെ പിന്നാലെ റൂമിലേക്ക് പോകുന്നത്. അവൾക്കറിയാമായിരുന്നു വിളിച്ചില്ലെങ്കിലും അയാൾ അവളുടെ റൂമിലേക്ക് വരുമെന്ന്. അതാരാന്നറിയാവുന്നത് കൊണ്ട് അവൾ വാതിലടക്കാതെ തന്നെ സാരി അവളുടെ ശരീരത്തിൽ നിന്നും മാറ്റി. അയാൾ അവളെ വലിഞ്ഞു മുറുകെ കെട്ടിപ്പിടിച്ചു. അയാൾ ഊർമിളയുടെ എല്ലായിടത്തും അയാളുടെ കൈകളും ചുണ്ടുകളും കൊണ്ട് വികാരങ്ങൾ നിറച്ചു. അവൾ അതിൽ പുളഞ്ഞുകൊണ്ടിരുന്നു. വശതയോടെ ഊർമിള അയാളെ വിളിച്ചു. രണ്ടുപേരും വികാരങ്ങൾ കൈമാറി. അയാൾ തളർന്ന് അവളുടെ മാറിൽ തലവെച്ചു. ഊർമി, നിന്നെ കണ്ടിട്ട് കൊതി തീരുന്നില്ല. അതും പറഞ്ഞ് അയാൾ വീണ്ടും അവളിലേക്ക് അമർന്നു. രാവിലെ ലച്ചു കണ്ണു തുറക്കാൻ നോക്കിയപ്പോൾ വളരെ പ്രയാസം തോന്നി. പ്രയാസപ്പെട്ടാണ് തുറന്നത്. ഇന്നലെ രാത്രി കരഞ്ഞത് കൊണ്ടാണ് എന്ന് മനസ്സിലായി അവൾക്ക്. അവൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ചെറിയമ്മയുടെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന ശേഖരനെ. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ ഉമ്മ വയ്ക്കുന്നതാണ് കണ്ടത്. അറപ്പോടെ അവൾ മുഖം തിരിച്ചു. അവളെ കണ്ടതും അയാൾ അവിടെ നിന്നും പോവാനിറങ്ങി. ചെറിയമ്മയെ കണ്ടപ്പോൾ ഒരു പുതപ്പ് മാത്രമാണ് ധരിച്ചിരിക്കുന്നത്. അവരെ കണ്ടതും അവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു. ഡി, അധികം മുഖം തിരിക്കേണ്ട, പോയി പെട്ടെന്ന് ഫുഡ് തയ്യാറാക്കാൻ നോക്ക്. രാഹുൽ മോനും ഏട്ടനും വരുന്നുണ്ട്. അത് കേട്ടതും അവളുടെ ഹൃദയം മിഴിക്കാൻ തുടങ്ങി. ഈശ്വര, ആ രാഹുലേട്ടൻ എന്തിനാ വരുന്നത്? എൻ്റെ ഉള്ള ജീവനും എടുക്കാനാണോ? അതും പറഞ്ഞ് ലച്ചു അടുക്കളയിലേക്ക് പോയി.